നമ്മൾ പുതിയൊരു ഫോൺ വാങ്ങിക്കുമ്പോൾ നമ്മുടെ പഴയ ഫോണിലെ കോൺടാക്റ്റ് മൊത്തം ഒരുമിച്ച് എങ്ങനെ പുതിയ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് ആൻഡ്രോയിഡ് ഫോണിലേക്ക് മാറ്റുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ആൻഡ്രോയിഡ് ഫോൺ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കോൺടാക്റ്റ് ഓപ്ഷൻ എടുക്കാം. ഓക്കെ, കോൺടാക്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് മുകളിൽ കാണുന്ന 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യാം. ഇതിലിപ്പോൾ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ സെറ്റിംഗ്സ് സെലക്ട് ചെയ്യാം. സെറ്റിംഗ്സിൽ ഇപ്പോൾ ഇവിടെ ഇമ്പോർട്ടിനും എക്സ്പോർട്ടിനുമുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു ഫോണിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ എക്സ്പോർട്ടിംഗ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഇതിൽ എക്സ്പോർട്ട് ടു സ്റ്റോറേജ് എന്നത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ കോൺടാക്ട്സ് മൊത്തം നമ്മുടെ ഫോണിലെ ഫയലിലേക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഓക്കെ കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഈ കോൺടാക്റ്റ് മൊത്തം ഇപ്പോൾ നമ്മുടെ ഫോണിലെ ഫയലിലേക്ക് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഓക്കെ, ഫോണിലെ ഫയലിൽ ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇത് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മറ്റൊരു ഫോണിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അതായത് വാട്സപ്പ് ഉപയോഗിച്ച് ഷെയർ ചെയ്യാം, അതല്ലെങ്കിൽ ഇമെയിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഉപയോഗിച്ച് സെൻഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ബ്ലൂടൂത്ത് ആണ് ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നു വാട്സപ്പിൽ ഈ ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിവിടെ ബ്ലൂടൂത്ത് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇത് നമുക്ക് പുതിയ ഫോണിൽ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇത് നമ്മുടെ ഫോണിലേക്കോ അതല്ലെങ്കിൽ നമ്മുടെ ഫോണിലുള്ള ജിമെയിൽ ഐഡിയിലേക്കോ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.